നമസ്കാരം. ന്യൂയോർക്കിലെ ചെസ്നട്ട് റിഡ് പാർക്കിലുള്ള വെള്ളച്ചാട്ടം പുറമേ നിന്ന് നോക്കിയാൽ സാധാരണമായൊരു വെള്ളച്ചാട്ടം മാത്രം. എന്നാൽ അതിൻ്റെ വെള്ളം ചിതറുന്ന ജലപാളികൾക്ക് പിന്നിൽ ഒരു രഹസ്യമുണ്ട്. നൂറ്റാണ്ടുകളായി അണയാത്ത ജ്വലിക്കുന്ന ഒരു തീക്കനൽ. ജലവും തീയും ഒരിക്കലും ഒന്നിച്ചു നിൽക്കില്ല എന്നതാണ് പ്രകൃതി നിയമം. എന്നാൽ ഈ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് എറ്റേണൽ ഫ്ലെയിംസ് ഫാൾസ് നിലകൊള്ളുന്നത്. ഷേൽ ക്രീക്ക് പ്രിസർവിനുള്ളിലെ ഈ വനമേഖലയിലൂടെ നടന്നു ചെല്ലുന്ന സഞ്ചാരികൾക്ക് വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് എത്തുമ്പോൾ തന്നെ വായുവിൽ നേരിയൊരു ഗന്ധം അനുഭവപ്പെടും. അത് ചീഞ്ഞഴുകിയ മുട്ടയുടെ ഗന്ധത്തിന് സമാനമാണ്. പാറക്കെട്ടുകൾക്കിടയിലൂടെ ഊറിവരുന്ന വാതകത്തിൻ്റെ സാന്നിധ്യമാണത്. വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്തായി പ്രകൃതി തന്നെ കൊത്തിയെടുത്ത ഒരു ചെറിയ ഗുഹയുണ്ട്. ആ ഗുഹയ്ക്കുള്ളിലാണ് ഈ വിസ്മയം. ഏതാണ്ട് 4 മുതൽ 8 വരെ ഇഞ്ച് ഉയരത്തിൽ സ്വർണ്ണ നിറത്തിൽ ഒരു തീജ്വാല അവിടെയുണ്ട്. മുകളിൽ നിന്ന് കുതിച്ചൊഴുകുന്ന വെള്ളം വീഴുമ്പോഴും കാറ്റ് വീശിയടിക്കുമ്പോഴും ഈ ജ്വാല കെട്ടുപോകുന്നില്ല. ആരാണ് ഈ തീ ആദ്യം കത്തിച്ചത്? ഇതിന് പിന്നിൽ എന്തെങ്കിലും അദൃശ്യ ശക്തികളുണ്ടോ? ഈ ചോദ്യങ്ങൾ കാലങ്ങളായി അവിടെ നിലനിൽക്കുന്നു. ഈ വിസ്മയത്തിന് പിന്നിലെ ശാസ്ത്രീയ കാരണം തേടിപ്പോയാൽ നമ്മൾ എത്തുന്നത് ഭൂമിക്കടിയിലെ ശിലകളിലേക്കാണ്. ഭൂമിക്കടിയിൽ ഏകദേശം 400 മീറ്റർ താഴ്ചയിലുള്ള റൈൻസ്ട്രീറ്റ് ഷെയിൽ എന്ന ശിലാപാളികളിൽ നിന്ന് പുറത്തു വരുന്ന മീഥെയ്ൻ വാതകമാണ് ഈ തീ ജ്വലിപ്പിക്കുന്നത്. പാറകളിലെ വിള്ളലുകളിലൂടെ ഈ വാതകം പുറത്തേക്ക് വരികയും ഗുഹയ്ക്കുള്ളിലെ മർദ്ദം കാരണം അവിടെ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെയാണ് ശാസ്ത്രജ്ഞരെ കുഴപ്പിക്കുന്ന ആ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. സാധാരണയായി ഭൂമിയിൽ ഇത്തരത്തിൽ സ്വാഭാവികമായി ഗ്യാസ് പുറത്തു വരുന്ന സ്ഥലങ്ങളിൽ പാറകൾക്ക് വലിയ ചൂടുണ്ടായിരിക്കും. എന്നാൽ എറ്റേണൽ ഫ്ലെയിംസ് ഫാൾസിലെ പാറകൾക്ക് അത്തരത്തിൽ ചൂടില്ല. വെറും ഒരു കപ്പ് ചായ തിളപ്പിക്കാൻ പോലും ആവശ്യമുള്ള ചൂട് ഈ ശിലകൾക്കില്ല. പിന്നെ എങ്ങനെയാണ് ഇത്രയും വലിയ തോതിൽ മീഥെയ്ൻ വാതകം ഇവിടെ മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ഈ ചോദ്യത്തിന് ഇന്നും കൃത്യമായ ഉത്തരം നൽകാൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ല. ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനായ ജിസപ്പെ എറ്റിയോപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്ന പഠനങ്ങൾ പറയുന്നത് ഈ ഗ്യാസ് സ്രോതസ് നമ്മൾ വിചാരിച്ചതിലും സങ്കീർണമാണ് എന്നാണ്. സാധാരണയായി ബാക്ടീരിയകളുടെ പ്രവർത്തനത്തിലൂടെയോ അല്ലെങ്കിൽ ഭൂമിക്കടിയിലെ കടുത്ത ചൂടിൽ ജൈവവസ്തുക്കൾ ഉരുകിയോ ആണ് മീഥെയ്ൻ ഉണ്ടാവുക. പക്ഷേ ഇവിടെ 2 പ്രക്രിയകളും വേണ്ടത്ര നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ തീജ്വാലയ്ക്ക് പിന്നിൽ ഇതുവരെ കണ്ടെത്താത്ത മറ്റൊരു ഭൂഗർഭ പ്രക്രിയ ഉണ്ടോ എന്ന് ശാസ്ത്രം സംശയിക്കുന്നു. ഈ വെള്ളച്ചാട്ടത്തിന് അടുത്തായി ആ തീജ്വാല കാണുന്നത് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. മഞ്ഞുകാലത്ത് വെള്ളച്ചാട്ടം ഉറച്ചു പോകുമ്പോൾ മഞ്ഞുകട്ടകൾക്കിടയിലൂടെ മിന്നിത്തിളങ്ങുന്ന ഈ തീജ്വാല കാണാൻ അതിമനോഹരമാണ്. നമ്മുടെ അറിവുകൾക്കും അപ്പുറത്ത് പ്രകൃതി ഒളിപ്പിച്ചു വയ്ക്കുന്ന ആയിരക്കണക്കിന് രഹസ്യങ്ങളിൽ ഒന്ന് മാത്രമാണ് എറ്റേണൽ ഫ്ലെയിംസ് ഫാൾസ്. ജലവും അഗ്നിയും കൈകോർക്കുന്ന ഈ ഇടം നമ്മെ ഓർപ്പിക്കുന്നത് ഒന്നാണ്: ലോകം നമ്മൾ കാണുന്നതിലും എത്രയോ വലിയ അത്ഭുതമാണ്. ഇന്നും ആ ഗുഹയ്ക്കുള്ളിൽ ശാസ്ത്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആ തീജ്വാല കത്തിക്കൊണ്ടേയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ TV.